ഏതാ ആ പാട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലീസിൻ്റെ ഇപ്പോൾ ഒരു ആംനസ്റ്റിയുടെ പ്രപ്പോസൽ തയ്യാറായി കഴിഞ്ഞു. ലീസ് അഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭേദഗതി ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ കൊണ്ടുവരും. ഒരു ചട്ട ഭേദഗതി ഗവൺമെൻറ് കാലത്ത് തന്നെ കൊണ്ടുവരും. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ബില്ല് ഈ സഭയിൽ തന്നെ അവതരിപ്പിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നാറ്റിവിറ്റി കാർഡ് ഇനി ആ വിഷയത്തിലേക്ക് കിടക്കാം. നമുക്ക് ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ ഇപ്പോൾ കോടതി നടത്തിയ അഭിപ്രായത്തെക്കുറിച്ച് പല വിധത്തിലുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിലൊരു കാരണവശാലും പൂർണ്ണതയില്ല. കാരണം എൻ്റെ ധാരണ ജഡ്ജ്മെൻറ്റ് ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ജഡ്ജ്മെൻറ്റ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായ അഭിപ്രായം പറയാം. പക്ഷേ അതും ഭൂമി ഏറ്റെടുക്കലും തമ്മിലൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞ ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിക്ക് ഒരു പ്രതിസന്ധിയില്ല. കാരണം സാധാരണ നിലയിൽ LARR 2013 അനുസരിച്ച് അക്വസിഷൻ കമ്പൽസറിയാണ്. ഗവൺമെൻറ്റിന് തോന്നിയാൽ ഗവൺമെൻറ്റിന് അക്വസിഷൻ്റെ നിയമപരമായ നോട്ടീസ് നടത്തി ആ ഭൂമി ഏറ്റെടുക്കാം. ഭൂമിയിൽ ഇവിടെ വന്നിട്ടുള്ളത് നയന ട്രസ്റ്റുമായി ഇവിടെ വന്നിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച ചർച്ചയാണ്. രണ്ടും രണ്ട് വിഷയങ്ങളാണ്. ഞങ്ങൾ നേരത്തെ സാധാരണ നിലയിൽ ഇങ്ങനെ ഇപ്പോൾ എൽസ്റ്റോണിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ഇപ്പോൾ എൽസ്റ്റോണുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശത്തിൻ്റെ തർക്കം തീർന്നിട്ടില്ല. അത് മുനിസിഫ് കോടതിയിൽ നടക്കുന്നുണ്ട്. ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ പണം കെട്ടിവെച്ചപ്പോൾ കോടതിയോട് പറഞ്ഞത് സബ്ജക്റ്റ് ടു ദ ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ കോർട്ട്, കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും. എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ഭൂമിയുടെ അവകാശവാദത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയിട്ടില്ലല്ലോ. കൽപ്പറ്റയിലെ വയനാട്ടിലെ സർക്കാരും അവരും അവകാശപ്പെടുന്നുണ്ട്. ആ കേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ സർക്കാരിൻ്റെ ഭൂമിയാണെങ്കിൽ ഈ അടച്ച പണം പൂർണ്ണമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കും. അവരുടെ പണമാണെങ്കിൽ അവരുടെ ഭൂമിയാണെങ്കിൽ അത് സംബന്ധിച്ച പണം അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കും. രണ്ട് വിഷയങ്ങളാണ്. ശബരിമല വിമാനത്താവളത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിയെ ഒരു കാരണവശാലും ഇത് ബാധിക്കില്ല. 1947 മുമ്പ് ബ്രിട്ടീഷ് പൗരന്മാരുടെ കയ്യിലുള്ളതോ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ ഉള്ളതായ ഭൂമി സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ സാധാരണ നിലയ്ക്ക് പാടുള്ളതല്ല. അങ്ങനെ വിതരണം ചെയ്ത ഭൂമിയെ സംബന്ധിച്ച് രാജമാണിക്യം കമ്മിറ്റി ഒരു റിപ്പോർട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു ദീർഘകാലം മുമ്പ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസുമായി പോയപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു ടൈറ്റിൽ ഡീഡ് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്, അഥവാ സർക്കാരിനാണ്. അത് സംബന്ധിച്ച് വിവിധ ഭൂമികളെ സംബന്ധിച്ച് ടൈറ്റിൽ ഡീഡ് പ്രൂവ് ചെയ്യാനുള്ള കേസുകൾ നടക്കുന്നതിൽ ഒന്ന് മാത്രമാണ് പാലയിൽ നടക്കുന്നത്. പാലാ കേസിലെ വിധിയിൽ ഇപ്പോൾ വിധിയുടെ പൂർണ്ണ രൂപം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അക്കാര്യത്തിൽ നിലപാടെടുക്കും. എന്തു സംഭവിച്ചാലും അക്കാര്യത്തിൽ അപ്പീൽ പോകും. കോടതിയുടെ മുമ്പാകെ ആ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് കോടതി വിധി വന്നത് എന്ന് പരിശോധിച്ച കാര്യത്തിൽ അപ്പീൽ പോകും. AGയോടും വിധി പുറത്തു വന്നാൽ അതിൻ്റെ നിയമോപദേശം നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. എന്നാൽ LARR 2013 അനുസരിച്ച് ഏറ്റെടുക്കൽ നടപടികൾ മറ്റൊരു കേസായി അങ്ങനെ തന്നെ നടക്കും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കോടതി ചോദിച്ചത് ഇത്രയധികം സ്ഥലങ്ങൾക്ക് എടുക്കേണ്ടതുണ്ടോ, എന്തുകൊണ്ടാണ് അത്രയധികം സ്ഥലം എടുക്കേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് കോടതി അറിയിക്കാൻ തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം കണ്ണൂർ വിമാനത്താവളത്തിലെ സ്ഥലം അല്ല കോഴിക്കോട് വിമാനത്താവളത്തിനുള്ളത്, കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ സ്ഥലമല്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളത്. 2875 മറ്റോ ഹെക്ടർ ഭൂമി എടുക്കാനെന്ന് തീരുമാനിച്ചത് ആ വിധത്തിൽ അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളോടെ ശബരിമലയ്ക്കൊരു വിമാനത്താവളം പണിയണം എന്നുള്ളതാണ്. കോടതി ആ ഘട്ടത്തിൽ ഒരു കാരണവശാലും ഇൻറ്റൻഷനെയോ നടപടിക്രമങ്ങളെയോ കോടതി ചോദ്യം ചെയ്തില്ല. കോടതി ഇത്രയേറെ സ്ഥലം എന്തിനാണ് എടുത്തത് എന്നുള്ളത് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡിയുടെ ഭാഗമായി വന്ന എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് സൂചിപ്പിച്ചത്. അത് കോടതി മുമ്പാകെ അറിയിക്കും എന്തുകൊണ്ടാണ് എന്നുള്ളത് വരും. യഥാർത്ഥത്തിൽ 147 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. 60ഓളം കേസിൽ പോയിട്ടുണ്ട്. സജി കൊടുവത്തിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഈ കേസുകൾ മൊത്തം നിയന്ത്രിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് ജില്ലകളിലെ പ്ലീഡർമാരെ കേസുകൾ 1 by 1 ആയിട്ട് കൊടുക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്.
ഇനി സുരേഷ് ചോദിച്ചതിലേക്ക് വരാലോ. അപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇന്ന് നടന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് എന്ന് തന്നെയാണ് വളരെ കൃത്യതയോടുകൂടിയുള്ള ഞങ്ങളുടെ അഭിപ്രായം. സാധാരണ നിലയിൽ പ്രതിപക്ഷത്തിന് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പലതരത്തിലുള്ള അവസരങ്ങളുണ്ട്. നിയമസഭയുടെ പ്രത്യേക സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ സാധാരണത്തെ പോലെ അവകാശമുണ്ട്. അതല്ല, ഇന്ന് വളരെ ഗൗരവപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമസഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട ഗവർണർ 3 ഖണ്ഡികകളിലെ വരികൾ തന്നെ മാറ്റി അവതരിപ്പിച്ച നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം 12ാമത്തെ ഖണ്ഡികയും അതുപോലെ തന്നെ 15ാമത്തെ ഖണ്ഡികയും 16ാമത്തെ ഖണ്ഡികയിൽ കൂട്ടിച്ചേർത്തും അടക്കം നയപ്രഖ്യാപനത്തിൽ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ചർച്ചയിൽ ഈ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും പറയാൻ അവസരമുണ്ട് എന്ന് കണ്ടിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭീരുത്വമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ട ഏറ്റവും അപമാനകരമായിട്ടുള്ള വസ്തുത. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് റഫറൻസ് തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റു. നേരത്തെ തയ്യാറാക്കി വന്നിട്ടുള്ളൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ റഫറൻസിന് സ്പീക്കർ തുടക്കം കുറിച്ചപ്പോഴേ പ്രതിപക്ഷ നേതാവ് അഭിപ്രായ വ്യത്യാസവുമായി എഴുന്നേറ്റു. അപ്പോൾ റഫറൻസ് കഴിഞ്ഞിട്ടാകാം. റഫറൻസ് കഴിഞ്ഞ് ആ പ്രശ്നം ഉന്നയിക്കാൻ ഇന്നും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടക്കുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൂർണ്ണമായിട്ടും അവസരമുണ്ട് എന്നിരിക്കെ ആ പ്രശ്നങ്ങൾ ഒന്നും ചർച്ച ചെയ്യാൻ അക്ഷരാർത്ഥത്തിലുള്ള പേടികൊണ്ടാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിൻ്റെ പൊതുസ്ഥിതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഗവൺമെൻറ് തുനിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ പറയും. അന്വേഷണം UDF കൂടി വരുമ്പോൾ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുക എന്ന് പഴയ ആളുകളുടെ പ്രഖ്യാപനം പോലെ ഏതെങ്കിലും വിധത്തിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കി സഭയിൽ ഒന്നും ചർച്ച ചെയ്യാനേ പാടില്ല. കോൺക്രീറ്റിൻ്റെ തൂണ് ചെതല് പിടിക്കും എന്ന് കണ്ടെത്തിയ വിദഗ്ധന്മാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീരുത്വപരമായിട്ടുള്ള സമീപനത്തിലേക്ക് പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് സെക്ഷനും നയപ്രഖ്യാപന സെക്ഷനും ഉൾപ്പെടെയുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ പേടിച്ചു പോകാൻ നിൽക്കുന്നത്? കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ടായാൽ സ്വാഭാവികമായിട്ടും 10 വർഷക്കാലം കേരളം നേടിയെടുത്ത വികസനത്തിൻ്റെ ഒരു പുതിയ കാലം സഭയ്ക്കകത്ത് തുറന്നു ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഥവാ ഭരണപക്ഷം തയ്യാറാകും എന്ന ഭീതി UDFനുണ്ടോ? ഉണ്ടെങ്കിൽ UDF ചർച്ചയ്ക്ക് വരട്ടെ. അവർക്ക് പറയാവുന്ന എല്ലാ കാര്യങ്ങളും സഭയ്ക്കകത്ത് പറയാലോ. നിങ്ങൾ മാധ്യമങ്ങൾ ആവശ്യത്തിനും അതിലേറെയും പ്രാധാന്യം സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ പ്രക്രിയയിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോ കൊടുക്കുന്നതുമായിട്ടുള്ള അവസരങ്ങളുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പ്രതിപക്ഷം പറയട്ടെ. അത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാതോർത്ത് നിൽക്കുകയല്ലേ. പലതും ഈ സഭയിൽ ചർച്ചയാവില്ലേ? ഇത് മാത്രമാണോ? ശബരിമല മാത്രമാണോ? ശബരിമല മുതൽ ഇങ്ങോട്ട് എത്രയോ ചർച്ചകൾ വരികയല്ലേ.